കാണാത്ത നിന്റെ ഉമ്മ, നിന്റെ കാട്ടവും മൂത്രവും ചുമന്ന നിന്റെ ഉമ്മ, നിനക്ക് വേണ്ടി നെഞ്ചിന്റെ ചൂട് തന്ന നിന്റെ ഉമ്മ, നിന്നെ വളർത്തി 10 മാസം നൊന്ത് പ്രസവിച്ച് അങ്ങോട്ട് നടക്കാൻ ഇങ്ങോട്ട് ചെരിഞ്ഞു കിടക്കാൻ കഴിയാതെ നിന്നെ പോറ്റി വളർത്തിയ നിന്റെ ഉമ്മ, ആ ഉമ്മാനോട് മോനെ ഛേ എന്ന് പറയരുത് എന്ന് പഠിപ്പിച്ച അള്ളാന്റെ ദീൻ ഇസ്ലാം. ആലോചിച്ചു നോക്ക് നിങ്ങള്. ആ ബാപ്പ മരിച്ചിട്ട് ബാപ്പാനെ പള്ളിക്കാട്ട് കൊണ്ടുപോയി ഖബറടക്കി തിരിച്ചു പോരുമ്പോ വീട്ടിലേക്ക് കോണിപ്പടി കയറി വരുമ്പോ ബാപ്പയിരുന്ന ചാരുകസേര ഒഴിഞ്ഞു കിടക്കുമ്പോ ഇന്നലെ വരെ എന്റെ ബാപ്പ ഞാൻ സലാം പറഞ്ഞിട്ട് മടക്കാൻ ഇവിടെ ഉണ്ടായിരുന്നു, എന്റെ വാപ്പാനോട് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയിട്ടുണ്ട് എന്നൊരു ചിന്ത മനസ്സിലുണ്ടാകണം. മാതാപിതാക്കളുടെ കോപത്തിലാണ് അള്ളാന്റെ കോപം, മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാന്റെ തൃപ്തി. അല്ലേ? ഞാനൊക്കെ പലപ്പോഴും രാത്രി 2 മണി, ഇന്നലെയൊക്കെ വന്നത് 2 മണിക്ക്, മെനയാന്ന് വന്നത് 3:30 മണിക്ക്, അതിന്റെ തലേന്ന് വന്നത് 4 മണിക്ക്. മുമ്പൊക്കെ ചെറിയ കുട്ടിയായിരുന്ന ഞാൻ വീട്ടിലേക്ക് കയറി വരുമ്പോ എന്റെ ഭാര്യ തൊട്ടിൽ പിടിച്ചിങ്ങനെ ആട്ടി കുഞ്ഞൻ ഉറക്കുന്നുണ്ടാവും 2 മണി ഒക്കെ ആവുമ്പോ. അന്ന് ഒരു ഉമ്മ, എന്റെ ഭാര്യ എന്ന നിലയിലല്ല ഞാൻ അപ്പൊ അവളെ കാണുക, എന്റെ മകളുടെ ഉമ്മ എന്ന നിലക്ക് ഞാൻ അവളെ നോക്കി കാണുമ്പോ ഞാൻ അവളോട് പറയും, നീ കിടന്നു, ഇനി ഞാൻ ആട്ടിക്കോളാം. 4 മണി വരെ ഉറങ്ങിയിട്ടല്ല, ജീവിതം കണ്ടതുകൊണ്ട്. എനിക്ക് എന്റെ വാപ്പ ഏറെ പ്രിയപ്പെട്ടതായിരുന്നു. ഞാൻ എല്ലാ സദസ്സിലും പറയുന്നത് ഒരു പൊങ്ങച്ചം പറയാനല്ല, ഞാൻ ഏറ്റവും കൂടുതൽ കരയുന്നൊരു മകനായിരുന്നു എന്നാണ്. തൊട്ടിലിൽ ഉറങ്ങാത്തത് കൊണ്ട് തൊട്ടിലിന്റെ കയറിൽ ഒരു കയറ് കെട്ടി കട്ടിലേക്കിട്ട് അത് ആട്ടി 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 ഉറങ്ങി. എന്റെ വാപ്പാനെ കുറിച്ച് ഓർക്കുമ്പോഴും ബാപ്പ ജീവിച്ചിരിക്കുന്നു എന്നുള്ള മോഹവും ബാപ്പ മരിക്കരുത് എന്ന പ്രാർത്ഥനയും ബാപ്പാന്റെ മരണം ഉൾക്കൊള്ളാനുള്ള മനസ്സിന്റെ കരുത്ത് നാഥാ നീ തരണേ എന്ന പ്രാർത്ഥനയും. ഏതൊരു മകനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം ഉൾക്കൊള്ളുമ്പോൾ ഉണ്ടാകുന്നത് ഇതാണ്. ഇത് നൽകാനാണ് ഇസ്ലാം മനുഷ്യരോട് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു സ്നേഹവും ഈ ഒരു ബന്ധവും ഈ ഒരു സൗഹൃദവും മക്കളും കുടുംബവും ഭാര്യയും മക്കളും എല്ലാം തമ്മിലുണ്ടാകുന്ന ഈ ഒരു ബന്ധമാണ് അള്ളാഹു നമ്മളോടൊക്കെ ആവശ്യപ്പെട്ടിട്ടുള്ളത്. മക്കള് അവർ ലഹരിയായി തീരുക, അവരെ സ്നേഹിക്കുക, ആവോളം കൊടുക്കാവുന്ന എല്ലാ അവകാശങ്ങളും കൊടുക്കുക, അവരെ വളർത്തുക. മർദ്ദിക്കാനല്ല, ലോഡ്ജിൽ കൊണ്ടുപോയി പീഡിപ്പിക്കാനല്ല. എങ്ങനെ സാധിക്കുന്നു മനുഷ്യൻ? ഇന്ന് ഈ ബന്ധങ്ങളെല്ലാം ശിഥിലമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലേ? എനിക്ക് കുടുംബത്തിൽ നല്ലൊരു ജീവിതം എന്ന് പറയുന്നത് എന്റെ കേൾവി, എന്റെ കാഴ്ച, എന്റെ ചിന്താശേഷി എല്ലാം പടച്ചോൻ ചോദ്യം ചെയ്യും. പടച്ചോന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും, അല്ലേ? ആ മറുപടി പറയേണ്ടി വരുന്ന ഒരു ദിവസം ഉമ്മാനോടുള്ള എന്റെ കടപ്പാട്, ബാപ്പാനോടുള്ള എന്റെ കടപ്പാട്, അല്ലേ? ഉമ്മ മരിച്ചിട്ട് ഉമ്മാന്റെ ബെഡ്റൂമിൽ ചെന്നിട്ട് ഉമ്മട്ട പർദ്ദ തൂങ്ങിക്കിടക്കുമ്പോ, ഉമ്മട്ട ചെരുപ്പ് അവിടെ താഴെ കാണുമ്പോ, ഇന്നലെ വരെ ഉമ്മത് ഈ ചെരുപ്പിന്റെ വള്ളിയിലൂടെ കാലിട്ട് ഉമ്മാന്റെ വിരല് നോക്കി ഞാൻ മുറിച്ചു കൊടുത്ത കാലം, ഉമ്മാക്ക് നിറം വെട്ടി കൊടുത്ത കാലം, ഉമ്മ എന്ന് വളർത്തിയ കാലം, ഇതൊക്കെ ഉണ്ടാവും മനുഷ്യർക്ക്. സ്നേഹങ്ങൾക്ക് ഇല്ലാത്തവർക്ക് അതൊന്നും ഉണ്ടാവില്ല. ബാപ്പ മരിച്ചിട്ട് മയ്യെ കൊണ്ടുപോകുന്നത് കടത്തിണ്ണയിൽ നോക്കി നിന്ന കമ്മ്യൂണിസ്റ്റുകാരനല്ല ഇസ്ലാം. അല്ല നിരീശ്വരത്വവും പിതൃത്വവും മാതൃത്വവും നിഷേധിക്കുന്ന കമ്മ്യൂണിസം അല്ല ഇസ്ലാം. ഞാൻ പരസ്യമായി പറയുന്നു, ദൈവത്തെ നിഷേധിക്കുന്ന കമ്മ്യൂണിസം അല്ല ഇസ്ലാം. മാതാപിതാക്കൾ ആദരിക്കുന്ന മതമാണ് ഇസ്ലാം. ആ ഇസ്ലാമിനെ പുൽകാനുള്ള ഒരു തലമുറ ഇനിയുള്ള കാലത്തുണ്ടാകണം. ഉമ്മാന്റെ ഉള്ളം കയ്യിൽ വെച്ചിട്ട് തടവി കൊടുത്തിട്ട്, ഉമ്മ ഒരു മകൻ എന്ന നിലക്ക് എന്റെ അവകാശങ്ങളൊക്കെ ഞാൻ നിർവഹിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയും സാഹചര്യവും ഉണ്ടാകണം. അതിന് ഉമ്മ മക്കൾ അങ്ങനെ സ്നേഹിച്ചവരാകണം, അങ്ങനെ വളർത്തിയവരാകണം. അതിനാണ് ഇസ്ലാം നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഞാൻ എന്താ ഇനി നിങ്ങളോട് പറയേണ്ടത്? മരിച്ചു പോകും, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്. ആ ജീവിതം ഒരിക്കലും പാഴായി പോകാത്ത ജീവിതമായിരിക്കണം. ഒരാളുടെ മുമ്പിലും അടിയറ പറയാനല്ല, ഒരാളുടെ മുമ്പിലും നിങ്ങളുടെ കേൾവി, നിങ്ങളുടെ കാഴ്ച, നിങ്ങളുടെ ചിന്താശേഷി പരലോകത്ത് വിചാരണ ചെയ്യപ്പെടും. എന്ത് കേട്ടു, എന്ത് കണ്ടു, എന്തറിഞ്ഞു എന്നൊക്കറിയോ? ഒരു മകന് ഉമ്മാനോടുള്ള ബന്ധത്തിന്റെ ഇസ്ലാമിക വിധി അറിയോ നിങ്ങൾക്ക്? മകൻ സുന്നത്ത് നിസ്കരിക്കാൻ വിചാരിച്ചോളൂ,
ളുഹർ നിസ്കരിച്ചിട്ട് ളുഹറിന് ശേഷം സുന്നത്ത് നിസ്കരിക്കുക ഒരു മകൻ വിചാരിക്കുക, ഉമ്മ വിളിക്കുക, മോനെ ബഷീറെ സുന്നത്ത് നിസ്കരിക്കുന്നിടത്ത് ഉമ്മ ഞാൻ സുന്നത്ത് നിസ്കരിക്കാന്ന് പറയാൻ മതത്തിന്റെ വിധിയാണത്. സുന്നത്ത് നിസ്കരിക്കും ഉമ്മ വിളിച്ചാല് സുന്നത്ത് അള്ളാന്റെ മുമ്പിൽ ഇബാദത്ത് ചെയ്യുമ്പോ വരെ ഉമ്മാന്റെ വിളിക്ക് ഉത്തരം നൽകണോ, ഫർളല്ലെങ്കിൽ. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്കറിയാലോ പർണശാല കെട്ടി ജീവിച്ച ജുറൈദ്, ആ ജുറൈദിനെ ഉമ്മ 3 തവണ വിളിച്ചു, മോനെ ജുറൈദ് പർണശാലയിൽ ആരാധന നടത്തി അല്ല ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമ, ഉമ്മ ശപിച്ച അല്ല സ്വീകരിക്കും. ഉമ്മാനോട് കളിക്കുമ്പോൾ ശ്രദ്ധിച്ചോ, തീ കൊണ്ടുള്ള കളിയാ, ഉമ്മാനോട് പൊരുത്തപ്പെടിച്ച കളി, ബാപ്പാനോട് പൊരുത്തപ്പെടിച്ച കളി. തമാശയല്ല, തമാശയല്ല. അത് വരമ്പത്തുനിന്ന് കിട്ടും, പാടത്ത് പണിയെടുത്ത് ഇങ്ങോട്ട് കയറണം, അപ്പൊ കിട്ടും. അവിടെ കരുതിക്കോ, കിട്ടിയിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട് കിട്ടിയത്. കരുതിക്കൂളി. മാതാവും പിതാവും എന്ന് പറഞ്ഞാൽ അങ്ങക്ക് തട്ടിക്കളിക്കാനുള്ളതല്ല, അല്ല. അതിനൊരു സ്ഥാനമുണ്ട്, അതിനൊരു മഹത്വമുണ്ട്. മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യ ദേവോ ഭവ, അതിഥി ദേവോ ഭവ എന്നാ മനുസ്മൃതി. പെണ്ണ് എന്ന് പറഞ്ഞാൽ എന്താ? പിതാ രക്ഷിതി കൗമാരേ ഭർത്താ രക്ഷിതി യൗവനേ പുത്രോ രക്ഷിതി വാർദ്ധക്യേ രക്ഷന്തി സ്തവിരേ പുത്ര ന സ്ത്രീ സ്വാതന്ത്ര്യമർഹിതി എന്നാണ് മനുസ്മൃതി.